ഞാൻ ബേസിക്കലി ഇപ്പോൾ ഈ ഒരു യാത്രകൾ ചെയ്യുന്ന വീഡിയോസ് ഇടുന്നതിന് പ്രധാന കാരണം എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളതാണ്. നമ്മുടെ പാഷൻ എന്താണോ ഞാൻ അത് തന്നെയാണ് വീഡിയോ ഇട്ട് ആൾക്കാരിലോട്ട് എത്തിക്കണം. അപ്പോൾ അതൊരു നല്ല അഭിപ്രായം ആൾക്കാരിൽ നിന്ന് വരുമ്പോൾ നമുക്കത് കൂടുതൽ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാനും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്കൊരു ഒരു കോൺഫിഡൻസ് തരുന്ന സംഭവമാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരും വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ നമുക്ക് വീണ്ടും പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി ഇവരെ കാണിച്ചു കൊടുക്കാൻ തോന്നും. പുതിയ പുതിയ വെറൈറ്റി സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെ ഭൂമിയിലുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് എനിക്കിത് ഓരോ സ്ഥലങ്ങൾ കാണിച്ചിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു അധ്യാപനെ പോലെ ഇത് ഇന്ന സംഭവമാണ്, ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ആ വിഷ്വലും കൂടി കാണിച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ എനിക്ക് അത്തരം കാര്യങ്ങൾ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കേസാണ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോകളിൽ കൂടുതൽ പേരും ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ആ ഇൻഫർമേഷൻ വീഡിയോ ഇട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ എഡിറ്റൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം. പക്ഷെ അത്രയും ബുദ്ധിമുട്ടിയാലും എനിക്കത് ഭയങ്കര ഞാൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ആളുകൾ അന്റാർട്ടിക്കയിൽ നിന്ന് എത്തിയത്. അപ്പൊ ഞാനും വിചാരിച്ചു ഇപ്പൊ എങ്ങാണ്ട് പോയി വന്നതാണ്. സമയം കുറച്ചാൾ മുമ്പാണ് അല്ലേ? എപ്പോഴാ അതിന്റെ ഏത് സമയമാണെന്ന് ഇവിടെ പറഞ്ഞത്? അതെ ഇത് ആക്ച്വലി ഞാൻ പോയിട്ട് വന്നു. നമ്മളെപ്പോഴും യാത്ര ചെയ്തിട്ട് തിരിച്ചു വന്നിട്ടാണ് വീഡിയോ ഇടുന്നത്. കാരണം എനിക്ക് യാത്രയുടെ ഇടയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഇൻ്റർനെറ്റ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഒരു ശൈലി ഇത്തിരി ടഫാണ്. കാരണം കുറേ വീഡിയോസൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി പാടാം. അപ്പോൾ എനിക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എഡിറ്റ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. അതുപോലെ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് ട്രാവലിങ്ങിന്റെ ഡേറ്റ് എക്സ്പെൻസ് കൂടും. അപ്പോൾ കുറേ നമ്മൾ ഈ ആസ്വദിക്കുന്ന ബാധിക്കും, നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കും. പിന്നെ അതുപോലെ ഇപ്പോൾ ഉറക്കം ബാധിച്ച ഒരു ദിവസം കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടൽ ബില്ല് കൊടുക്കണം, ഫുഡ് എക്സ്ട്രാ വരും. അപ്പോൾ യാത്രയുടെ എക്സ്പെൻസ് കൂടുകയാണ്. അപ്പം ഒറ്റയടിക്ക് ഒരു ഐറ്റിനറി ഇട്ട് പ്ലാൻ ചെയ്ത് സ്ഥലങ്ങൾ കണ്ട് തിരിച്ചു വന്ന് സമാധാനമായിട്ട് വീട്ടിൽ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്ത് ആൾക്കാരോട് ഈ സംഭവം കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അന്റാർട്ടിക്കയിലേക്ക് പോയ സമയം ഏതും കൂടിയായിരുന്നു? ഞാൻ ആക്ച്വലി ജനുവരിയിലാണ് യാത്ര ചെയ്തത്. എപ്പോഴാണ് ഒരു വർഷമാവുകയാണ്. ആളുകൾ വിചാരിക്കും അതാണ്. ഞാനിവിടെ ഒരു കാർഡ് ഞാൻ ഏൽപ്പിച്ചപ്പോ വെബിൽ നിന്ന് ചോദിക്കുന്നത് അല്ല അന്റാർട്ടിക്കയിൽ നിന്നാണോ പുള്ളി ഇങ്ങ് എത്തിയോന്നാണ്. അപ്പൊ ആളുകളെ പറ്റിച്ചു കളഞ്ഞല്ലോ. ഒരു വർഷം മുമ്പ് പോയതാണ്. ഒരു വർഷം നീണ്ടേക്കുന്ന എന്ത് ഹാർഡ് എഡിറ്റിംഗ് ആണ്. എന്റെ ഒരു പ്രത്യേക എഡിറ്റിംഗ് ആണത്. ഞാൻ എന്താന്ന് വെച്ചാല് ആ സമയത്ത് എനിക്ക് മറ്റ് യാത്രകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പൊ അതിന്റെ പെൻഡിങ് വീഡിയോസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ എപ്പോഴും ഈ ജൂൺ ജൂലൈ മാസം ഓഗസ്റ്റ് മാസം ആ സമയത്ത് ഞാൻ ഒരിക്കലും ഒരു നല്ല വീഡിയോസ് ഞാൻ ഇടില്ല. കാരണം നമ്മുടെ നാട്ടിൽ എപ്പോഴും ഒരു വെള്ളപ്പൊക്കമോ ആയാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ നല്ല വീഡിയോസ് ഇടാൻ പറ്റത്തില്ല. ആൾക്കാർക്ക് അത് കാണാനും മൂടുണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഡിലേ വെക്കും ഇത്തരം യാത്രകളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിലേ അതെ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. നമ്മൾ ഏത് സീസൺ ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന സ്ഥലത്തിന്റെ കാലാവസ്ഥയൊക്കെ നോക്കിയിട്ടാണ് യാത്ര ചെയ്യാറ്. ഈ 16 പുറത്തുള്ള രാജ്യങ്ങളിൽ പോയി എന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യയിലും കുറെ സ്ഥലത്ത് പോയി. ഏറ്റവും ഇനിയും പോകണം അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു പോയതിൽ? എനിക്ക് ആക്ച്വലി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇനിയും പോകണം എന്ന് തോന്നുന്ന സ്ഥലം ഒന്ന് ലഡാക്കാണ്. കാരണം ഞാൻ ലഡാക്കിൽ 3 തവണ പോയിട്ടുണ്ട്. ലഡാക്കിലാണ് ഉമ്മിംഗ്ല പാസ് ഉള്ളത്. ഉമ്മിംഗ്ല പാസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡാണ്. വണ്ടി ഓടിച്ച് ഒരു മനുഷ്യന് പോകാൻ പറ്റുന്ന ഏറ്റവും വലിയ റോഡുള്ളത് ഇന്ത്യയിലാണ്. അത് ലഡാക്കിലാണ് ഉമ്മിംഗ്ല പാസ്. ഞാനത് 2 തവണ പോയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ ലഡാക്ക് കാണണമെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു സ്ഥലമാണ് ലഡാക്ക്. ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. അതുപോലെ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ എനിക്ക് തായ്ലൻഡ് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. എപ്പോഴും ആൾക്കാർ തായ്ലൻഡിൽ നിന്ന് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കുറേ പേര് മറ്റേ നെറ്റി വിളിക്കാന്ന് പറയും ഭയങ്കര മോശം സ്ഥലം. അങ്ങനെയൊന്നുമില്ല. തായ്ലൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് ഏത് പ്രായക്കാർക്കും അവിടെ പോകാൻ പറ്റും എന്നുള്ളതാണ് ആ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്. ഏറ്റവും നല്ല മനുഷ്യർ, നല്ല സ്വഭാവമുള്ള മനുഷ്യർ. പിന്നെ ഏറ്റവും കുഞ്ഞു കുട്ടികൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ അത് പറ്റും. ഏറ്റവും പ്രായമുള്ള ആൾക്കാർക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. കപ്പിൾസിന് പോകാം, ഫാമിലി ആയിട്ട് പോകാം, ബാച്ചിലേഴ്സിന് പോകാം. അങ്ങനെ ഏത് പ്രായക്കാർക്കും പോകാൻ പറ്റിയ ഒരു രാജ്യമാണ് തായ്ലൻഡ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് രാജ്യം എന്ന് പറഞ്ഞാൽ തായ്ലൻഡാണ്.
പിന്നെ ഉള്ളത് അവസാനം ഒരു ബാലി, കാര്യം കൂടി ചോദിച്ചോളൂ, നമ്മുടെ സമയം തീരാറായി. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പല രാജ്യങ്ങളിൽ പോകുമ്പോൾ ഈ ഭക്ഷണം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മൾ ഒരിക്കലും കഴിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ കഴിക്കേണ്ടി വന്നിട്ടുണ്ടോ? അതെന്തായിരിക്കും? തേളിനെ കഴിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനും ഇപ്പൊ ഈ തായ്ലൻഡിലും ചൈനയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഈ പുഴു, പാറ്റയും പല്ലിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിച്ചു നോക്കിയിട്ടില്ല, അത് വെച്ചേക്കുന്നത് കാണാം. പക്ഷെ ഞാനിപ്പോ തായ്ലൻഡിൽ കഴിച്ചിട്ട് നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത യാത്ര കൊളാക്കണ്ടല്ലോ അല്ലേ, വീഡിയോ വരാനുള്ളതല്ലേ. അത് അതെ, പിന്നെ ഒരു ദിവസം 2 ദിവസം കിടക്കേണ്ടി വന്ന പണിയാവും. അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്യാൻ പോയിട്ടില്ല. പക്ഷെ നമുക്ക് പറ്റുന്ന കുഴപ്പമില്ലാന്ന് തോന്നുന്നത് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ശരി, എന്തായാലും ഷെറിൻ ഒരുപാട് സന്തോഷം. ഷെറിൻ്റെ തേരാപ്പാര നടന്ന അന്റാർട്ടിക്ക വരെ എത്തിയ ഈ ഒരു ഇത്രയും നീണ്ട കുറച്ച് 2018 തുടങ്ങി 2024 എത്തുമ്പോൾ ഷെറിൻ എന്ന ആളും ഒരുപാട് മാറി, യാത്രകൾ മാറി. പക്ഷേ യാത്രാവിശേഷങ്ങൾ ഏറ്റവും മനോഹരമായി ആളുകളിലേക്ക് എത്തിക്കാൻ ഷെറിന് കഴിയുന്ന ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. യാത്രകൾ, മനോഹരമായ യാത്രകൾ പോട്ടെ, കുടുംബത്തെയും കൂടി കൊണ്ടുപോകാൻ പറ്റട്ടെ അല്ലേ? അതും ഈ നിറഞ്ഞ ചിരിയോടുകൂടി യാത്രാനുഭവങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനും ഷെറിന് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നന്മകളും. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം.